പത്താൻകോട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സംയുക്ത അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ മനുശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുകയാണ്. മനു, ഈ മാസം 15-ന് സെക്രട്ടറി തല ചർച്ചകൾ നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇന്ത്യ നിലപാട് കർശനമാക്കിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കർശന നിലപാട് എടുത്തില്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്നും പിൻവാങ്ങും എന്ന ഒരു തീരുമാനം, ആ ഒരു തീരുമാനം ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണോ ഇപ്പോൾ സംയുക്ത അന്വേഷണ സംഘത്തെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ സുരേഷ്, എന്തായാലും ഈ മാസം 15-ന് നടക്കേണ്ട ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഇന്ത്യ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാക് സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ അസീസ് വ്യക്തമാക്കിയിരുന്നത് ഈ മാസം 15-ന് തന്നെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടക്കും, ഇതിന് പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യ നൽകിയ തെളിവുകളിൽ ശക്തമായ ഒരു നടപടി പാകിസ്ഥാൻ കൈക്കൊള്ളാതെ ചർച്ചയ്ക്കില്ലെന്ന ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൽ തന്നെ ഈ ഇന്ത്യ നൽകിയ തെളിവുകളിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുന്നതിനെ ഒരു സംയുക്ത അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെന്നാണ് പാക് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ISI ബന്ധമാണ് എന്ന് ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ ആദ്യം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ISI ആണ്. ISI ഒപ്പം IB ഒപ്പം പാക് സൈന്യം എന്നിവരുൾപ്പെട്ട സംഘം ഉൾപ്പെട്ട അന്വേഷണ സംഘത്തിനാണ് പാകിസ്ഥാൻ ഈ ഒരു തെളിവുകൾ അന്വേഷിക്കാനായി ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു അന്വേഷണം തന്നെ എത്രമാത്രം കാര്യപ്രാപ്തിയിലേക്ക് എത്തും എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ഓഫീസ് വൃത്തങ്ങൾ തന്നെയാണ് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ഇനിയും വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. സുരേഷ്, മനു, അതോടൊപ്പം തന്നെ ശക്തമായ തെളിവുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയിരുന്നുവെങ്കിലും ഈ തെളിവുകൾ പോരാ എന്ന നിലപാടായിരുന്നു പാകിസ്ഥാൻ നേരത്തെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അജിത് ഡോവൽ അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന കർശനമായ നിലപാട് തന്നെയാണോ ഇത്തരമൊരു പുനർവിചിന്തനത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? സുരേഷ്, ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ത്യ നൽകിയിരുന്ന തെളിവുകളും മറ്റു ഈ ഭീകരർ വിളിച്ചിരുന്ന ഫോൺ കോൾ വിശദാംശങ്ങളടക്കം ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസർ ഒപ്പം കാണ്ഡഹാർ വിമാന റാഞ്ചലി അടക്കം മുഖ്യ സൂത്രധാരനും കൊടും കുറ്റവാളിയുമായിരുന്ന മൗലാന റഫുൽ അസർ അടക്കമുള്ള പ്രതികളുടെ തെളിവുകളടക്കം ഇന്ത്യ കൈമാറിയിരുന്നു. ഈ ഭീകരർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളടക്കം പാക് നിർമ്മിത ആയുധങ്ങളായിരുന്നു എന്നതടക്കമുള്ള വ്യക്തമായ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ നടപടിക്രമങ്ങൾ പാലിച്ച് ഈ 4 ഭീകരരെയും ദില്ലിയിൽ എത്തിച്ച് നിയമവിധേയമായ നടപടികൾക്ക് വിധേയമാക്കാൻ പാകിസ്ഥാൻ തന്നെ തയ്യാറാകണമെന്നും പ്രതികളെ പാക് സംരക്ഷണയിലുള്ള ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പാകിസ്ഥാൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് കൈമാറണമെന്നുമായിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ച നിലപാട്. ഈ നിലപാടും ഈ തെളിവുകളും അന്വേഷിക്കുവാനായാണ് ഇപ്പോൾ ഒരു സംയുക്ത അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായത്, ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാകട്ടെ ഇന്ത്യ ആരോപിക്കുന്ന ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരോപിക്കുന്ന ഈ ISI തന്നെയാണ് ഇപ്പോൾ ഈ തെളിവുകൾ അന്വേഷിക്കാനും പാകിസ്ഥാൻ സംയുക്ത അന്വേഷണ സംഘത്തിൽ ഉള്ളത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പാകിസ്ഥാന്റെ തന്നെ ചാരസംഘടനയായ ISIയും ഒപ്പം രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം പാക് സൈന്യവും ഈ ആക്രമണത്തിന് പിന്നിൽ പോലും ആയുധ സഹായങ്ങളടക്കം നൽകി എന്ന് വിശേഷിപ്പിക്കുന്ന ഒപ്പം ISI ആസ്ഥാനത്താണ് ലഷ്കർ-ഇ-തൈബ ഒപ്പം ലഷ്കർ തൈബ അടക്കമുള്ള 4 ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന അടക്കം ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള സംഘടനകൾക്ക് ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിരുന്നത് ISI ആസ്ഥാനത്തായിരുന്നു. ഈ ISI ആസ്ഥാനത്ത് ഇത്തരത്തിൽ ചർച്ച ഒരുക്കി എന്ന് ഇന്ത്യ തന്നെ തെളിവുകൾ പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ പോലും ISI ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ പാക് നിലപാടിലെ ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇരു രാജ്യങ്ങളുടെ ഉഭയകക്ഷി ചർച്ചകളിൽ പോലും പ്രശ്നങ്ങൾ സംഭവിപ്പിച്ചേക്കാവുന്ന കാര്യങ്ങളിലേക്ക് പാക് നിലപാട് സ്വീകരിച്ചു.